ഈ അടുത്ത കാലത്ത് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് 7,39,000 പേർ ഒഴിവായിരിക്കുന്നു. അതായത് മസ്റ്ററിംഗ് നിർബന്ധമാക്കി, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ സ്ഥലത്ത് ചെന്ന് കൃത്യമായിട്ടും അതിൻ്റെ ഓഫീസിൽ ചെന്ന് രേഖപ്പെടുത്തണം, ജീവിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തണം എന്ന ഒരു നിയമം കൊണ്ടുവന്നു. അതായത് തമ്പ് ഇംപ്രഷനായിട്ടോ പിന്നെ സൈൻ ചെയ്തോ എങ്ങനെയാണെങ്കിലും താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്ന ആ മസ്റ്ററിംഗ് രീതി കൊണ്ടുവന്നതിന് ശേഷം 7,39,000 പേർ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് ഔട്ടായി. അതായത് അതിനു മുൻപ് 50.9 ലക്ഷം പേരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ആവർത്തിച്ച് അടിവരയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് 2023 പുറത്തു വന്ന റിപ്പോർട്ട് നമ്പർ 7 കൃത്യമായിട്ട് CAG ഓഡിറ്റിംഗ് നടത്തി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി നമ്മളെ ധരിപ്പിക്കുന്നുണ്ട്, അഥവാ നമ്മളുടെ മുൻപിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കണം എങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഇന്നെഫിഷ്യൻസി വളർന്നുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് ഖജനാവിനെ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ ധനപ്രതിസന്ധിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പല രസകരമായ കഥകളും നമ്മുടെ മുൻപിൽ എത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ, അതായത് UPA, അതായത് ഈ 2015 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ, അതായത് അതിനു മുൻപ് തന്നെ നമ്മുടെ ആധാർ ഇങ്ങനെയുള്ള ലിങ്കുകളെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്നത് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അങ്ങനെയൊക്കെയുള്ള ഏത് തരം സാമ്പത്തിക സഹായം കർഷകർക്ക് കൊടുക്കുന്നുവോ, പ്രായമായവർക്ക് കൊടുക്കുന്നുവോ, വിഡോസിന് കൊടുക്കുന്നുവോ, ഡിഫറൻ്റ്ലി ഏബിൾഡ് അതായത് അംഗപരിമിതി ഉള്ളവർക്ക് കൊടുക്കുന്നുവോ, ഏത് തരക്കാർക്ക് ബെനിഫിറ്റ്സ് ധന സഹായം നൽകുന്നുവോ അത് നേരിട്ട് അവരുടെ കയ്യിലെത്തുക. കാരണം ഇടനിലക്കാർ വഴി ഏത് സഹായം കൊടുത്താലും അത് ഭാഗികമായിട്ട് മാത്രമേ എത്തേണ്ടവരുടെ എടുത്തെത്തുകയുള്ളൂ, ബാക്കി മുഴുവനും അല്ലാതെ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിന്, ശരിക്കും പറഞ്ഞാൽ ഇത്തരം പല കാര്യങ്ങളും ഉദ്ദേശിച്ചായിരുന്നു ആധാർ സംവിധാനത്തിനും നാഷണൽ രജിസ്ട്രിക്കും ഒക്കെ വേണ്ടിയായിട്ടുള്ള ശ്രമം, പ്രത്യേകിച്ചും ആധാറിന് വേണ്ടി ഉള്ള ശ്രമം നടത്തിയത്. അപ്പം അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഈ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് രീതിയിൽ ആധാർ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഡയറക്റ്റായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനം കൊണ്ടുവന്നത്. ആ സംവിധാനം കൊണ്ടുവന്നതിന് ശേഷം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തന്നെ ഗവൺമെൻറ് ഓഫ് കേരള 2015 ഫോം ചെയ്യുകയുണ്ടായി. 2015 ഫോം ചെയ്ത ആ കമ്പനിയുടെ അത് എന്താണ് ഉദ്ദേശിച്ചത്? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് ധനസഹായം ഡയറക്റ്റായിട്ട് ഗുണഭോക്താവിൽ എത്തിക്കുക. ഗുണഭോക്താക്കൾ പലതരക്കാരാണ്. പ്രായമായവരാകാം, വിഡോസ് ആകാം, അല്ലെങ്കിൽ സിംഗിൾ പേരൻ്റ് ഫാമിലി ആകാം, അത് അങ്ങനെയൊക്കെ ഉള്ള പല തരക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കുള്ള ബെനിഫിറ്റ് ആണെങ്കിലും അത് പൂർണ്ണമായും സമയത്ത് അവരുടെ കരങ്ങളിൽ തന്നെ എത്തുക, കൃത്യമായി ഫലപ്രദമായും അത് വിനിയോഗിക്കുവാൻ സാധിക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ എന്തൊക്കെ തരത്തിലാണ്? ഒന്ന്, ഇലക്ട്രോണിക് മണി ഓർഡർ പ്രകാരം, അതായത് ബാങ്ക് വഴിയായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് വഴിയായിട്ടോ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴിയായിട്ട് ആൾക്കാരുടെ കൈകളിൽ നേരിട്ട് പണം എത്തുക, അതാണ് ഒരു മാർഗം. രണ്ടാമത് DTH, അതായത് ഡയറക്റ്റ് ടു ഹോം. അതെങ്ങനെയാണ് ഡയറക്റ്റ് ഹോം? ത്രൂ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിലേക്ക് ഈ പണം എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഏജൻറ്റ് വഴി ഈ ഗുണഭോക്താവിനെ നേരിട്ട് കണ്ട് അവരുടെ കൈകളിൽ എത്തിക്കുക. കാരണം അവർക്ക് ഒരു പക്ഷേ ബാങ്കിൽ ചെന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം, പ്രായാധിക്യമുള്ളവരാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും രോഗം ബാധിച്ച് നടക്കാനോ ഒന്നും പറ്റാത്തവരാകാം. ഏത് തന്നെയാണെങ്കിലും അത്തരക്കാർക്ക് ഈ
പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് വഴിയായിട്ട് നേരിട്ട് വീട്ടിൽ ഈ ഫണ്ട് എത്തിച്ചു കൊടുക്കുക. പിന്നെ അത് അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഇത് DB ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സെൽ അണ്ടർ ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്. ഡയറക്ടർ ഓഫ് പഞ്ചായത്താണ് അതിൻ്റെ നോഡൽ ഓഫീസർ. ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് വഴി, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിൻ്റെ പിന്നെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കേണ്ടവർ. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ജനവും എന്ന് പറയുന്നത് കോർപ്പറേഷൻ പരിധിയിലോ മുനിസിപ്പാലിറ്റി പരിധിയിലോ പഞ്ചായത്ത് പരിധിയിലോ ഒക്കെ വരുന്നവരാണ്. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പോൾ പഞ്ചായത്ത് ഡയറക്ടറാണ് ഇതിൻ്റെ നോഡൽ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നോഡൽ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി IKM ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്തു. അതായത് ഒന്നാം പിണറായി സർക്കാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് IKM ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒരു എന്താ പറയുക, ഒരു സേവന സോഫ്റ്റ്വെയർ സൃഷ്ടിച്ച് ആ സോഫ്റ്റ്വെയർ IKM ആണ് ആ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ആ സോഫ്റ്റ്വെയർ വഴിയായിട്ടാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിൻ്റെ അത് ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വരുന്നത്. അങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ തന്നെ പല അപാകതകളുമുണ്ടെന്ന് പിൽക്കാലത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7,39,000 പേര് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തായി എന്ന് മസ്റ്ററിങ് കൊണ്ടുവന്നതോടെ. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് മുൻപ് ഈ കഴിഞ്ഞ ജൂൺ വരെ ഉള്ള കാലത്ത്, ജൂണിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്, അതിന് മുൻപുള്ള കാലങ്ങളിൽ പലവിധ പാകപ്പിഴകളും സേവന സോഫ്റ്റ്വെയറിലും അത് നടത്തിക്കുന്ന IKMൻ്റെ പ്രവർത്തന രീതിയിലും ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ ഇതൊക്കെ ഓഡിറ്റിംഗ് നടത്തി മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് 7 2023 വന്ന റിപ്പോർട്ട് 7 ആണ് നോക്കേണ്ടത്. അത് ഈ തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ പറ്റി പരാമർശിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് പറയാം. അതിനകത്ത് എന്തൊക്കെ പാകപ്പിഴകളാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സേവന സോഫ്റ്റ്വെയർ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ, ഈ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ പ്രവർത്തനത്തിലുള്ള മികവില്ലായ്മ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് വേണ്ട രീതിയിൽ, അതായത് ഈ IKM ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടില്ല. അതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ചേർത്തല്ല അങ്ങനെയുള്ള ഒരു യൂസർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ. അതിന് ഒരുപാട് ഡീറ്റെയിൽസ് CAG കാണിക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതായത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒരു തെറ്റുകളുടെ കലവറയാണ്. അതിനകത്ത് തെറ്റായ ആൾക്കാർ ഉൾപ്പെടുന്നു, തെറ്റായ രീതിയിലുള്ള പേയ്മെൻറ്റ്സ് നടക്കുന്നു. ഉദാഹരണത്തിന് CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 75 വയസ്സ് കഴിഞ്ഞാൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനിൽ ഒരു വർധനവ് വരുന്നുണ്ട്. അപ്പോൾ ആ വർധനവ് നേരത്തെ കിട്ടാൻ വേണ്ടി 75 വയസ്സാകാത്തവരെ 75 വയസ്സിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അത് ലിഫ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൽ കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കാം. എന്താണെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അതിനെ പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് കാണിക്കണമല്ലോ. അതായത് 10ാം ക്ലാസ്സിൻ്റെ ഏജ് സർട്ടിഫിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശരിയായ ഡോക്യുമെൻറ്റ്സ് കാണിച്ചല്ല ഈ അപ്ഡേഷൻ നടത്തുന്നത്. 60 ആയവരെ 75 മുകളിൽ എന്ന് കാണിച്ച് അവർക്ക് കൂടിയ ആനുകൂല്യം കൊടുക്കുക. അതുപോലെയുള്ള തെറ്റുകൾ ഇതിനകത്ത് നിരവധി ഉണ്ട്
എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നില്ല. അതുകൊണ്ടാണ് മരിച്ചവരെ വീണ്ടും വർഷങ്ങളോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവരായി തുടരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് നോഡൽ ഓഫീസ്, പഞ്ചായത്ത് ഡയറക്ടറാണെന്ന് ഓർക്കണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സേവന സോഫ്റ്റ്വെയറിൽ അത് പിന്നെ മരിച്ചതായിട്ട് കാണിക്കും, അയാളെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അത് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ നിറഞ്ഞതാണ് ഈ പറയപ്പെട്ട സേവന സോഫ്റ്റ്വെയർ എന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഉള്ളത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻസ്. ഇപ്പോൾ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കോട്ടയത്ത് നിന്ന് തന്നെ ഒരു ഇൻകം ടാക്സ് എക്സ്പേർട്ടാണ്. അദ്ദേഹം എന്നോട് വിളിച്ച് പറയാറുണ്ട്, അതായത് വീട്ടിൽ ബെൻസ് കാർ കിടക്കുന്നു, വീടിൻ്റെ മുറ്റത്ത് ബഹുനില മന്ദിരം, മക്കളൊക്കെ അമേരിക്കയിൽ. ആ കുടുംബിനിക്കും ഈ 1600 രൂപയുടെ പെൻഷൻ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ അത് ആ തിരുവല്ല ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പ്രവാസികൾ പിന്നെ പുറത്ത് വർക്ക് ചെയ്യുന്നവരുള്ളതാണ്. അങ്ങനെ വളരെ റിച്ച് ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് പോലും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ത് കൺസിഡറേഷൻ ആയിരിക്കും അത് അറിഞ്ഞുകൂടാ. എന്തായാലും അതൊക്കെ വെരിഫൈ ഇങ്ങനെ ഉണ്ട് എന്ന് പത്മകുമാർ എന്ന് പറഞ്ഞ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ഗവൺമെൻറ്റിന് തന്നെ അദ്ദേഹത്തെ വെരിഫൈ ചെയ്യാവുന്ന, അദ്ദേഹത്തോട് ചോദിച്ച് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം തന്നെ പല പ്രാവശ്യം ഈ കാര്യം നോട്ട് ചെയ്ത് ഇതിനെ അറിയിക്കേണ്ടവരെ അറിയിച്ചതാണ്. പക്ഷെ അവരൊന്നും അതിൽ മാറ്റം വരുത്താൻ, അത്രയും ഒത്തിരി പേരുടെ കേസസ് മാറ്റം വരുത്താൻ തയ്യാറില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമെങ്കിൽ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ ഒന്ന് പറയണം ചർച്ചയ്ക്കൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, മുറ്റത്തൊരു ബെൻസ് കാർ കിടക്കുന്നു, മക്കൾ അമേരിക്കയിലാണ്, ബഹുനില മന്ദിരത്തിലാണ് താമസിക്കുന്നത്, കുടുംബിനെയും സഹായിക്കുന്ന ഒരു ലേഡിയും മാത്രമാണ് ആ വീട്ടിലുള്ളത്, പക്ഷെ അവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു എന്ന്. ഇതുപോലെയുള്ള ഒരുപാട് അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. ചൂണ്ടിക്കാണിച്ചാൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് അവരെ എലിമിനേറ്റ് ചെയ്ത് ആ മാറ്റങ്ങൾ ഈ സേവന സോഫ്റ്റ്വെയറിൽ വരുത്തണം. അതിന് തയ്യാറാകുന്നില്ല. ഇതിപ്പോൾ CAG പറഞ്ഞതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ എനിക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ പറയുന്ന മറ്റൊന്ന്, ഈ IKM ഇൻഫർമേഷൻ കേരള മിഷൻ സേവന സോഫ്റ്റ്വെയറുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര ട്രെയിനിങ്, അവബോധം ഇതൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് മരിച്ചവരുടെ പേര് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം ഇവർ ശ്രദ്ധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനുണ്ടാകുന്ന നഷ്ടങ്ങൾ എത്രയൊക്കെയാണ് എന്നുപോലും അവർ ശ്രദ്ധിക്കാതെ പോകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് CAG തന്നെ ഒരു കണക്ക് തരുന്നുണ്ട് നമുക്ക്. മരിച്ചവരുടെ സംഖ്യ രേഖപ്പെടുത്തിയില്ല എവിടെയൊക്കെ. ഇടുക്കി ജില്ലയിൽ 312 പേര് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നവരാണ് മരിച്ചിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് വന്ന നഷ്ടം 41.17 ലക്ഷം. മലപ്പുറം ജില്ല 1197 പേരാണ് മരിച്ചത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുക മരിച്ചത്. അത് രേഖപ്പെടുത്തിയില്ല. അതുകൊണ്ട് വന്ന നഷ്ടം 141,67,000 രൂപയുടെ നഷ്ടമാണ് ഗവൺമെൻറ്റിന് വന്നത്. ഇനി പത്തനംതിട്ട ജില്ല 370 പേരാണ് മരിച്ചിട്ടും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നത്. 48,36,000 രൂപയാണ് സർക്കാരിന് അത് കണ്ടെത്തുന്നത് വരെ ഉണ്ടായ നഷ്ടം. തിരുവനന്തപുരം 1211 പേരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മരിച്ചു കഴിഞ്ഞിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിച്ചത്. ആ വകയിൽ അവരെ അത് കണ്ടെത്തി കറക്റ്റ് ചെയ്യുന്നത് വരെ സർക്കാരിനുണ്ടായ നഷ്ടം 154,50,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. തൃശ്ശൂര് 1611 പേർ മരിച്ചതിന് ശേഷവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നു. അത് 207,51,000 രൂപയാണ് സർക്കാരിന് ആ തരത്തിൽ ചെലവ് വന്നത്. അപ്പോൾ ഈ സർക്കാർ ഇത് എവിടുന്ന ഈ പണമൊക്കെ എടുക്കുന്നത്? അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്, ബാങ്കുകളിൽ നിന്നോ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ കടമെടുക്കുകയാണ്. ഈ കടമെടുക്കുന്ന പണം കൊണ്ടാണ് ഈ ചെലവ് നിർവഹിക്കുന്നത്. അപ്പോൾ ഈ കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കണം. അപ്പോൾ ഈ മരിച്ചവർക്ക് വേണ്ടി കടമെടുത്ത ആ പണത്തിൻ്റെ പലിശ ഇനത്തിൽ സർക്കാരിന് ചെലവായത് 39,94,000 രൂപയാണ്. അപ്പോൾ ഈ തരത്തിൽ ഇതൊറ്റ കാരണം മാത്രം ആ CAG റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കൂ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. വിഡോസ് റീമാരി ചെയ്തു, വിഡോ ആയി, അവർ വിഡോ എന്നും പറഞ്ഞ് പെൻഷന് ഇത് ചെയ്തു.
പെൻഷൻ കിട്ടാൻ തുടങ്ങിയതിന് ശേഷം അവർ കല്യാണം കഴിച്ചു, കുടുംബമായിട്ട് ജീവിക്കുന്നു, ഒക്കെ മക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ തുടർച്ചയായിട്ട് ഈ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുക. അതിനെ ഈ CAG IKM മാത്രമല്ല നമുക്ക് കുറ്റം പറയേണ്ടത്, ഈ മലയാളിയുടെ മൂല്യച്യുതി, സത്യസന്ധതയില്ലായ്മ. അത് കൈക്കൂലി വാങ്ങുന്നവരെ പോലെ ഇവരും കള്ളത്തരം കാണിക്കുന്നു. ആ കള്ളത്തരം, അതായത് കല്യാണം കഴിച്ചു കഴിയുമ്പോഴും ഞാൻ ഇപ്പോഴും വിധവയാണെന്നുള്ള രീതിയിൽ അത് വലിയ അന്തസ്സോടുകൂടി അന്തസ്സ് ശൂന്യമായ രീതിയിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതും ഒരു വലിയ തുക തന്നെയാണ് CAG അങ്ങനെ ഒരുപാട് തരം, അതായത് ഈ IKM അശ്രദ്ധമായിട്ട് സേവന സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് മൂലം ഗവൺമെൻറ്റിനുണ്ടാകുന്ന നഷ്ടം അത് എത്ര ഭീമമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്. മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ട് അതിൻ്റെ ലിസ്റ്റ് കൃത്യമായിട്ട് വരുന്നത് 2023 ജൂണിലാണ്. അങ്ങനെ ജൂണിൽ ആ ലിസ്റ്റ് വരുമ്പോഴാണ് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് 50.9 ലക്ഷം പേരാണ് നേരത്തെ ഉണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒക്കെ വാങ്ങിയിരുന്നത് എങ്കിൽ അതിൽ നിന്ന് കുറച്ചത് എത്രയാണ്? ശരിക്ക് 7,39,000 പേരാണ് കുറഞ്ഞത്. അങ്ങനെ 7,39,000 പേര് പുറത്തുപോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര മോശമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ IKM ഇൻഫർമേഷൻ കേരള മിഷൻ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം. അപ്പോൾ ഇവിടെ ഇത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓരോ വകുപ്പിൻ്റെയും കാര്യക്ഷമത ഇല്ലായ്മയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒരു ഗവൺമെൻറ് ശക്തമായി മുന്നേറുന്നുവെങ്കിൽ, അതും ഇതുപോലെ ഇങ്ങനെ ഓരോ വകുപ്പും കാര്യക്ഷമതയില്ലാതെ മുന്നേറുന്നത് കൊണ്ടാണ് കേരളം ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് ഊളിയിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വകുപ്പും വളരെ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് കരുതി കാര്യക്ഷമത വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കേരളം എന്ന് കടക്കണിയിൽ പോയി എന്ന് ചോദിച്ചാൽ മതി.